ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന്. ബയോളജിയിലെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ 10th പ്രിലിംസിന്റെ ഒരു സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നിട്ട് നിങ്ങൾ പഠിച്ചു കഴിയുന്ന പോർഷൻസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്ത് വേണം നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സും ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇന്ന് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാണേണ്ട SCERT ചാപ്റ്റർ ഏതാണെന്നും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ഇങ്ങനത്തെ ഈ ടോപ്പിക് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ളതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതും കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ ക്വസ്റ്റ്യനും കൂടി ആകുമ്പോൾ ഏകദേശം 60ഓളം ക്വസ്റ്റ്യൻസ് ആകും നമ്മുടെ കയ്യിൽ. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. അതിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 വീഡിയോസും 3 മോക്ക് ടെസ്റ്റും ആ ഒരു ചാപ്റ്ററും കൂടി ആകുമ്പോഴേക്കും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്താകും, സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാകും. നിങ്ങൾ അതും കൂടി ഒന്ന്, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോസിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പോകാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസും എന്താണ്, 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ എന്ത് ചെയ്യാം, ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസും ഒന്ന് വായിക്കാം, ഓപ്ഷൻസും വായിക്കാം. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത്, നിശാന്തത, റിക്കറ്റ്, ഡയബറ്റിസ്, കർവി. ഓക്കെ, അപ്പൊ ഒന്ന് ഏതാണ് ആൻസർ എന്നുള്ളത് മാർക്ക് ചെയ്ത് പോകുക. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലോക്കോമ, വർണ്ണാന്ധത. മനുഷ്യരിൽ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ACDK ഏതാണെന്ന് നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം A, ജീവകം E, ജീവകം D, ജീവകം K. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ A, E, C, K. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. തയാമിൻ, കാൽസിഫെറോൾ, റെറ്റിനോൾ, വിറ്റാമിൻ C, നിയാസിനമൈഡ്, റിക്കറ്റ്, സ്കർവി, ബെർബറി, പെല്ലഗ്രാൻ, നെക്ടലോപ്പിയ. ഓക്കെ, മാച്ച് ചെയ്യാനാണ്. വിറ്റാമിൻ B2 എന്നറിയപ്പെടുന്നത് തയാമിൻ, പിരഡോക്സിൻ, റൈബോഫ്ലാവിൻ, കൊബാലമിൻ. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? CEDK. കരളിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഓക്കെ, ചുവടെ തന്നിരിക്കുന്നതിൽ ജീവകം Kയുടെ ധർമ്മം എന്ത്? K ആണ് ട്ടോ. കരളിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, ത്വക്കിന്റെയും കണ്ണിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നു. ഏതാണ് ആൻസർ എന്ന് നോക്കാം. 1, 2, 3 ഇതാണ് ഓപ്ഷൻസ്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഓൺലൈൻ എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് 2 ഓപ്ഷൻസും അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. ചെറിയ മുറിവുണ്ടായാൽ പോലും നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ ഭക്ഷണത്തിൽ ഏത് വിറ്റാമിൻ കൂടുതൽ ഉൾപ്പെടുത്താനാകും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? A, E, C, K. രക്തത്തിലെ അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതു ലവണം ഏത്? കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം. ചുവടെ തന്നിരിക്കുന്ന പോഷകഘടകങ്ങൾ ശരീര വളർച്ചയെ പ്രധാനമായും സഹായിക്കുന്നത് ഏത്? പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിൻ, അന്നജം. താഴെ തന്നിട്ടുള്ള ജോഡികൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? AB, AK, BC, KE. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് ശരിയായത് കണ്ടുപിടിക്കുക. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണം, സോഡിയം എല്ലുകളുടെ രൂപീകരണം, കാൽഷ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ. 1, 3 ശരി, 1, 2 ശരി, 3, 4 ശരി, 1, 4 ശരി. വികസ്വര രാജ്യത്തിലെ ഒരു കുട്ടിക്ക് കടുത്ത സിറോഫ്താൽമിയ അനുഭവപ്പെടുകയും ശ്വസന അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു ഭക്ഷണ വിശകലനം ഏറ്റവും സാധ്യതയുള്ള കാര്യം ഇവിടെ ദീർഘകാലം അഭാവം വെളിപ്പെടുത്തുന്നു. ഏതായിരിക്കും? അസ്കോർബിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ എന്താ പറയുന്നത്, ഫോർട്ടിഫൈഡും പാലും സൂര്യപ്രകാശവും,
മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും. ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെടുന്ന രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഈ 2025 വന്നപ്പോഴേക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിനും ശരിയായ ജോഡി കണ്ടെത്തുക. B12 കണ, B3 പെല്ലഗ്ര, C നിശാന്തത, D സ്കർവി. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? D, Z, K, E. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ: പാലും പാലുൽപ്പന്നങ്ങളും, നെല്ലിക്ക, നാരങ്ങ, മാംസവും മാംസോൽപ്പന്നങ്ങളും, ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്? B1, B3, B2, B7. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം: സ്കർവി, ബെർബറി, മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഓസ്റ്റിയോപോറോസിസ്. സുക്രോസ് മാച്ച് ദ ഫോളോയിങ് ആണ്. സുക്രോസ് ശരിയായ ജോഡി, മാച്ച് ദ ഫോളോയിങ് അല്ല, ശരിയായ ജോഡിയാണ്. സുക്രോസ് കരിമ്പ്, വിറ്റാമിൻ എണ്ണക്കുരുക്കൾ, മാംസ്യം പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ കൊഴുപ്പ്. ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത് വിറ്റാമിനുകളും അപര്യാപ്ത രോഗങ്ങളുമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായതാണ്. കെ രക്തം കട്ടപിടിക്കാതിരിക്കുക, എ റിക്കറ്റ്സ്, ഇ സ്കർവി, B1 ബെർബറി. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയെന്നാണ് നമുക്ക് വേണ്ടത്. ചുവടെ ചേർത്തിട്ടുള്ള വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്? ബയോട്ടിൻ, തയാമിൻ, ഫോളിക് ആസിഡ്, റൈബോഫ്ലാവിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ 25 ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം. ഇനി നിങ്ങൾ അത് മാർക്ക് ചെയ്ത് ശരിയാണോ തെറ്റാണോ നോക്കുക. തെറ്റുള്ളത് വ്യക്തമായിട്ട് എഴുതി വേണം പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. ഫസ്റ്റ് നോക്കാം, താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത്. കണ്ടോ, നിശാന്തത. നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നിശാന്തത. ഈ വൈറ്റമിൻ എയുടെ കുറവ് ഉണ്ടാകുന്ന ഈ നിശാന്തത തന്നെയാണ്. അതേപോലെ തന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്നതും വൈറ്റമിൻ എ ആണ്. കെരാറ്റോമെലാസിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇതെല്ലാം വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, വൈറ്റമിൻ ബി ഗ്ലോസിറ്റിസ്, അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്നതും വായ്പുണ്ണ് എന്താണ്? അപ്പോ വൈറ്റമിൻ ബി ആണ്. ഓക്കെ, മോണയിൽ നിന്നുള്ള രക്തസ്രാവം സ്കർവി വൈറ്റമിൻ സി ആണ്. സ്കർവി. ഡി റിക്കറ്റ്സ് കണ. ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി അല്ലെ, കണ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? അപര്യാപ്തത രോഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഡയബറ്റീസ് ആണ്. നെക്സ്റ്റ് നോക്കാം, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. വൈറ്റമിൻ എയെ പറ്റിയാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വൈറ്റമിൻ എയുടെ ഈ നമ്മുടെ മഞ്ഞ പ്രകാശത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? നിശാന്ത എന്ന് പറയുന്നത്. കാഴ്ച പൂർണ്ണമായും പോകുന്നത് ഈ പറയുന്ന സിറോഫ്താൽമിയ ആണ്. സിറോഫ്താൽമിയ പഠിച്ചു വെച്ചോളാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള സാധനമാണ് വൈറ്റമിൻ എ. അതിന്റെ സയന്റിഫിക് നാമമുണ്ട്. എന്താണ്? റെറ്റിനോൾ അല്ലെ, കണ്ണിനുള്ളിലുള്ളതാണ് എന്ത്? റെറ്റിന. അപ്പൊ കണ്ണിന് ആവശ്യമായത് വൈറ്റമിൻ എ ആണ്. അപ്പൊ നമുക്ക് പറയാം വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്? റെറ്റിനോൾ എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സംഭരിക്കുന്നതുണ്ട്. വൈറ്റമിൻ എ സംഭരിച്ച് വെക്കുന്നത് എവിടെയാണ്? അത് നമ്മുടെ കരളിലാണ്. ഓക്കെ, ഈ വൈറ്റമിൻ എ ആണ് പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് അത് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. നമ്മൾ പറയും ഒരു 5 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ എത്ര മാസം കൂടുമ്പോഴേക്കും വൈറ്റമിൻ എ സപ്ലിമെന്റ് കൊടുക്കണമെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, മനുഷ്യരത്തിൽ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കുടലിലൂടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഏതാണ്? കെ ആണ്. വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം, ആന്റി സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഈ ജീവകം ഇ ആണ് ആന്റി, അതായത് ഒരു ഹോർമോണായി കണക്കാക്കുന്നത് ചോദിക്കാറുണ്ട്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ചോദിക്കാറുണ്ട്. അതേതാണ്? വൈറ്റമിൻ ഇ ആണ്. അതായത് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിലൊക്കെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. നമ്മുടെ മുട്ടയുടെ വെള്ള അതിൽ ധാരാളമുള്ളത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാറുണ്ട്. വൈറ്റമിൻ ഇയുടെ രാസനാമം എന്താണ്?
ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ ആണ് വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞു എന്താണ്? റെറ്റിനോൾ. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ പേരെന്താണ്? ഡി ആണ് കാൽഷിഫെറോൾ. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? അതാണ് ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, വൈറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈറ്റമിൻ സിയുടെ എന്താണ് രാസനാമം? അസ്കോർബിക് ആസിഡ്. എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറയും നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അത് മൂടി വെച്ച് ചൂടാക്കണം എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സി ആണ് നീരാവിയിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സിയും. അതേപോലെ തന്നെ ബിയും എന്താണ്? മൂത്രത്തിലൂടെ നമ്മൾ പുറന്തള്ളുന്നതാണ്. യുവത്വം നിലനിർത്തുന്നത് നമ്മുടെ അല്ലെ അതിന് ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? സ്കർവി. ഈ സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. നെക്സ്റ്റ് നോക്കാം. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ പട്ടിക. താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. വൈറ്റമിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, ഇവിടെ ഒരു പേര് കണ്ട, നൈറ്റലോപ്പിയ. നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. എന്താണ് നൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത്? നിശാന്തത. അതായത് വൈറ്റമിൻ എ ആണ്. അതിന്റെ രാസനാമമാണ് എന്ത്? റെറ്റിനോൾ എന്ന് പറയുന്നത്. സോ 3, 5 ആണെന്ന് മനസ്സിലായി. 3, 5. ഓക്കെ, 3, 5 ഉള്ളത് ഈ ഒരു ഒറ്റരെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾ കട്ട് ചെയ്തു. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. പിന്നെ നമുക്കറിയാവുന്നതാണ് സി എന്ന് പറയുന്നത് സ്കർവി അല്ലെ. കാൽഷിഫെറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻ ഡി ആണെന്ന് പറഞ്ഞു. കാൽഷിഫെറോളിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? ഏതാണ്? കാൽസിഫെറോള് വൈറ്റമിൻ ഡി അല്ലേ, റിക്കറ്റ്സ്. ഓക്കെ, കാൽഷിഫെറോൾ എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അത് റിക്കറ്റ് ആണ്. അപ്പൊ തയാമിൻ ഏതാണ്? തയാമിൻ എന്ന് പറയുന്നത് B1 ആണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്. ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ പറയുന്നത് തയാമിൻ ആണ്. B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ബെറിബെറി. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ബെറിബെറി ആണ്. ഓക്കെ, പിന്നെ ഏതാണുള്ളത്? നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ അത് ഏതാണ് വരേണ്ടത്? അപ്പൊ ഇനിയുള്ളത് B3 അല്ലേ, പെല്ലഗ്ര. ഓക്കെ, നിയാസിനമൈഡ് B3 പെല്ലഗ്രയാണ്. ഓക്കെ, ആന്റി പെല്ലഗ്ര വിറ്റാമിൻ ഏതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ B3 നിയാസിനമൈഡ് ആണ്, നിയാസിൻ ആണ് കേട്ടോ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ, പഠിച്ചു വെച്ചോ. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ ആണ്, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്. നമ്മൾ ഫോളിക് ആസിഡ് ഗർഭിണിയൊക്കെ ആയിരിക്കുമ്പോൾ കൊടുക്കില്ലേ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമിൻ, B6 അസ്കോർബിക് ആസിഡ്, D എന്ന് പറയുന്നത് കാൽസിഫെറോള്, ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോള്, കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഇത്രയും വൈറ്റമിൻസും അതിന്റെ രാസനാമവും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം. വിച്ച് among the following is known as B2? B2 ഏതാണ്? റൈബോഫ്ലാവിൻ. നമ്മളിപ്പോ പറഞ്ഞു അല്ലേ, റൈബോഫ്ലാവിൻ B2. തയാമിൻ എന്ന് പറയുന്നത് B1 ആണ്. കൊബാലമിൻ സയാനോകൊബാലമിൻ ആണ്. സയാനോകൊബാലമിൻ എന്ന് പറയുന്നത് B12 ആണ്. പിരിഡോക്സിൻ എന്ന് പറയുന്നത് B6 ആണ്. ഓക്കെ, പിന്നെ ഏതാണുള്ളത്? B3 കണ്ടാ, ഈ 3 എഴുതുന്നത് എങ്ങനെയാ? നമ്മള് നിയാസിൻ കണ്ടാ, 3 തിരിച്ചല്ലേ ഇടുന്നത്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ ആണ് കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? കാൽഷ്യത്തെ ആഗിരണം ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ പേര് തന്നെ എന്താണ് നമ്മൾ പറയുന്നത്? കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ ഡിയുടെ പേര്. ഓക്കെ, അപ്പൊ കാൽസിഫെറോൾ വൈറ്റമിൻ ഡി ആണ് എന്ത്? നമ്മുടെ കാൽസ്യത്തെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതിനെയാണ് ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. എന്താണ്? ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്?
നമ്മുടെ ഈ പറയുന്ന വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ മറ്റു 3-4 ഇതുണ്ട്. ഏതൊക്കെയാണ്? D2, വൈറ്റമിൻ D2 ഉണ്ട്, D3 ഉണ്ട്. ഈ D3യുടെ ഡെഫിഷ്യൻസി ആണ് പല ആൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പൊ പല നമ്മുടെ എന്താണ് റീലുകളിലൊക്കെ കാണാം. D3യുടെ ഡെഫിഷ്യൻസി ഉണ്ട്, വൈറ്റമിൻ D3യുടെ കുറവാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് കോൾ കാൽസിഫെറോൾ ആണ്. എന്താണ്? കോൾ കാൽസിഫെറോൾ. ഡിപ്രഷൻ, അതായത് മൂഡ് സ്വിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകും. വൈറ്റമിൻ ഡി, മുടി കൊഴിച്ചിലുണ്ടാകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വൈറ്റമിൻ D3യുടെ കുറവ് മൂലം. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി ആയിട്ട് വരുന്നതാണ് വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി D2ന്റെ പേരെന്ന് പറയുന്നത് എർഗോ, ബാക്കി നമ്മുടെ കാൽസിഫെറോൾ തന്നെയാണ്, കാൽസിഫെറോൾ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ജീവകം കെയുടെ ധർമ്മം കരളിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഓക്കെ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു. പിന്നെന്താ പറയുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ത്വക്കിന്റെയും കണ്ണിന്റെയും ആരോഗ്യം, ഇത് നമുക്കറിയാം വൈറ്റമിൻ എ ആണെന്ന്. ത്വക്ക്, കണ്ണിന്റെ ഒക്കെ ആരോഗ്യം വൈറ്റമിൻ എ ആണ്. അപ്പൊ 4 ഉള്ളത് വെട്ടിക്കളഞ്ഞു. പിന്നെ നമുക്കറിയാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പൊ നൺ ഓഫ് ദ എബോവും വരില്ല. പിന്നെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? കെയുടെ പ്രവർത്തനം നിങ്ങൾ പഠിച്ചു വെക്കുക. കരളിൽ സംഭരിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, കുട്ടികൾക്ക് ജനിക്കുമ്പോ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ആണ് എന്താ ഈ പറയുന്ന ഏത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്ന രക്തം കട്ട പിടിക്കാനാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അതിന് നമുക്ക് സഹായിക്കുന്ന ഒരു രാസവസ്തുവിന്റെ പേരാണ് പ്രോത്രോംബിൻ. എന്താണ്? പ്രോത്രോംബിൻ. ഇത് നമ്മുടെ എവിടെയുണ്ട്? ഈ വൈറ്റമിൻ കെയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വൈറ്റമിൻ കെ എന്ത് ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചെറിയ മുറിവുണ്ടായാൽ പോലും നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ ഭക്ഷണത്തിൽ ഏത് വിറ്റാമിൻ കൂടുതൽ ഉൾപ്പെടുത്താനായിരിക്കും പറയുന്നത്? വൈറ്റമിൻ കെ ആണ്. നെക്സ്റ്റ് നോക്കാം. രക്തത്തിലെ അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതു ലവണമാണ് ഏത്? നമ്മുടെ ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചു, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അനീമിയ. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ധാതുവാണ് എന്ത്? നമ്മുടെ ഇരുമ്പെന്ന് പറയുന്നത്. ചുവടെ തന്നിരിക്കുന്ന പോഷകഘടകങ്ങൾ ശരീര വളർച്ചയെ പ്രധാനമായും സഹായിക്കുന്നത് ആ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ? ഏതായിരിക്കും? പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. കാര്യം പ്രോട്ടീൻ ആണ് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. ജലത്തിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നതും. എന്താണ് നമ്മൾ പഠിക്കുന്നത്? ജലത്തിൽ ലയിക്കുന്നത് വാട്ടർ ബിസി ആണെന്ന് പഠിക്കും. ബിയും സിയുമാണ്. കൊഴുപ്പ്, കൊഴുപ്പ് എന്താണ്? ഒന്നുകിൽ നമുക്ക് പഠിക്കാം കൊഴുപ്പ് കേടാണെന്ന് പഠിക്കാം, അല്ലെങ്കിൽ എന്ത് പഠിക്കാം? അടയ്ക്കയ്ക്ക് കൊഴുപ്പാണെന്ന് പഠിക്കാം. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പൊ എന്തൊക്കെയാണ്? വൈറ്റമിൻ കെ, ഇ, ഡി, എ ഇതെല്ലാം എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ബിയും സിയും ആണ് എന്താ? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. എന്താണ് ജീവകം എന്ന ഈ വൈറ്റമിൻസിന്റെ പേര് നൽകിയത് ആരാണ്? അത് നമ്മുടെ കാസിമർ ഫംഗ് ആണ്. ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ, കാസിമർ ഫംഗ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോ വൈറ്റമിൻ ഡെഫിഷ്യൻസി വെച്ച് നമ്മൾ കുറേ അസുഖങ്ങൾ പറഞ്ഞു. ഈ വൈറ്റമിൻസ് തന്നെ നമ്മുടെ ഇതിൽ കൂടിയാലും പ്രശ്നമാണ്, അധികമായാൽ അമൃതം വിഷം. അതേപോലെ തന്നെ ഈ വൈറ്റമിൻസ് എല്ലാ സാധനവും ശരീരത്തിൽ കൂടിയാലും പ്രശ്നമാണ്. അതിനെ പറയുന്ന അവസ്ഥയാണ് എന്ത്? ഹൈപ്പർ വൈറ്റമിനോസിസ്. ഓക്കെ, ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഏകദേശം 13 വൈറ്റമിൻസ് ആണ് പഠിക്കാനുള്ളത്. അതിലാണ് 8 എണ്ണം എന്താണ്? ബി കോംപ്ലക്സുകൾ. നമ്മൾ പറഞ്ഞിട്ടില്ലേ? വൈറ്റമിൻ തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, പാൻറ്റോത്തനിക് ആസിഡ്, പിറിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, സയാനോകോബാലമിൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നുള്ള സൂചനകൾ ശരിയായത്. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ച ശരിയാണ്. ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ വളർച്ച ശരിയാണ്. എല്ലുകളുടെയും രൂപീകരണത്തിന് സോഡിയം അല്ല കാൽഷ്യം ശരീരത്തിന്റെ ജലം ആവശ്യം. ഇതല്ലേ? 1ഉം 2ഉം നമുക്ക് ഉറപ്പാണ്, നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ ഇത് ഇത്രയും നേരം. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1ഉം 2ഉം ശരിയാണ്.
വികസ്വര രാജ്യങ്ങളിൽ ഒരു കുട്ടിക്ക് കടുത്ത സിറോഫ്താൽമിയ അഥവാ വരണ്ട കണ്ണുകൾ അനുഭവപ്പെടുകയും ശ്വസന അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു ഭക്ഷണ വിശകലനം ഏറ്റവും സാധ്യതയുള്ള കാര്യം ഇവയുടെ ദീർഘകാല അഭാവം വെളിപ്പെടുത്തും. എന്താണ് സിറോഫ്താൽമിയ? മത്സ്യവും ക്യാരറ്റൊക്കെ കഴിക്കാതെ വരുമ്പോഴാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പച്ചക്കറികളിലാണ് എന്തുള്ളത്? വൈറ്റമിൻ എ നന്നായിട്ടുള്ളത്. അപ്പൊ സിറോഫ്താൽമിയ വന്നു കഴിഞ്ഞാൽ അവിടെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെടുന്ന രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെടുന്നു. താഴെ പറയുന്നതിൽ നമ്മൾ പഠിച്ചല്ലേ, ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? ഇരുമ്പാണ്, ധാതുലവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ ഇരുമ്പടങ്ങിയ ഇലക്കറികൾ ധാരാളമായിട്ട് ചേർക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നതും ശരിയായ ജോഡി. B12 കണ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്കറ്റ്സ് ആണ്, റിക്കറ്റ്സ്. അതേതാണ്? അത് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ് അല്ലെ? അപ്പൊ ഇതല്ല. B3 പെല്ലഗ്ര, അത് ശരിയാണ്. B3 പെല്ലഗ്ര ആണ്. Z സ്കർവി ആണ്. D ആണ് എന്ത്? കണ, റിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് വൈറ്റമിൻ സി. വൈറ്റമിൻ സി, ഓപ്ഷൻ സി, വൈറ്റമിൻ സി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതായിരിക്കണം? ഓക്കെ, ഏതായിരിക്കണം? നമുക്കറിയാം സി സ്കർവി ആണ്. സ്കർവി എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റമിൻ സി ആണ് വേണ്ടത്. അതായത് നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അതില് നന്നായിട്ട് ഉൾപ്പെടുത്തണം. പെല്ലഗ്ര ഏതാണ്? വൈറ്റമിൻ B3 ആണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. വൈറ്റമിൻ B12 അപര്യാപ്തത. B12 അപര്യാപ്തത രോഗമാണ്. B12 പേരെന്താണ്? സയാനോ കൊബാലമീൻ ആണ്. അത് ഏതാണ് വരേണ്ടത്? B12 എന്ന് പറയുമ്പോൾ അത് ഓക്കെ, ഇത് നമുക്ക് ആൻസർ കീയിൽ തന്നിരിക്കുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് B12 പെർനീഷ്യസ് അനീമിയയും B9 ആണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പഠിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാവേ. അത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, കണ്ടോ, നമ്മൾ ഇങ്ങനെ തന്നെയാ പഠിക്കുന്നത്. വൈറ്റമിൻ എ നിശാന്തത, കെരാറ്റോമലേസിയ, സിറോഫ്താൽമിയ. B1 എന്ന് പറയുന്നത് ബെറിബറി. B2 എന്ന് പറയുന്നത് എന്താണ്? വളർച്ചാമാന്ദ്യം, അതേപോലെ ത്വക്ക് രോഗമൊക്കെയാണ്. B3 പെല്ലഗ്ര, B5 പരസ്തീഷ്യ, B6 അനീമിയ, B7 എന്ന് പറയുന്നത് ഡെർമൈറ്റിസ് ആണ്. ഡെർമൈറ്റിസ്, അതേപോലെ എൻഡ്രൈറ്റിസ് എന്നൊക്കെ പറയും. B9 ആണ് കണ്ടോ മെഗലോബ്ലാസ്റ്റിക് അനീമിയ പറയുന്നത്. B12 പെർനീഷ്യസ് അനീമിയ ആണ്. C സ്കർവി ആണ്. D റിക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഓസ്റ്റിയോമലേസിയ. അടുത്ത എന്താണ്? ഈ വന്ധ്യത, D രക്തസ്രാവമാണ്. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ നമുക്ക് അറിയാവുന്നത് സുക്രോസ് കരിമ്പ് നമുക്ക് ശരിയാണെന്ന് അറിയാം. ഒന്ന് ശരിയാണ്. ഒന്ന് ശരിയുള്ള ഒരൊറ്റ ഓപ്ഷനുള്ളൂ. ബാക്കി നിങ്ങൾ വായിക്കുക പോലും വേണ്ട. നോക്കിക്കേ, പിന്നെ ഏതാണ്? 3 ശരി. മാംസ്യം, പയറുവർഗ്ഗങ്ങൾ. കണ്ടോ, ഇത് രണ്ടും എന്താണ്? തെറ്റ്. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതിന് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത് എന്തായിരിക്കും? ചെങ്കണ്ണ് പകർച്ചവ്യാധിയാണ്. ചിക്കൻ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ്, നിശാന്തതയാണ് പകർച്ചവ്യാധികളിൽ പെടാത്തത്. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ളത്. വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാതിരിക്കാനാണ്. ശരിയാണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നിശാന്തതയാണ്. റിക്കറ്റ്സ് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇ ആണ് സ്കർവി. ബി ബെറിബറി ആണ്. ഇതും ശരിയാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ് ശരി എന്ന് പറയുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ എച്ച് ആണ് ഏത്? ബയോട്ടിൻ എന്ന് പറയുന്നത്. ബയോട്ടിൻ ഏതായിരുന്നു? ഓക്കെ, B7 നമ്മൾ പഠിച്ചതല്ലേ? B7 ആണ് നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എന്ത്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതും ഏതാണ്? ബയോട്ടിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു 25 ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ആ ടെക്സ്റ്റിൽ പറയുന്ന കുറച്ച് ഫാക്ട്സ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥ. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥ ഏതെന്നായിരുന്നു? ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, തൈറോയ്ഡ് ഗ്രന്ഥി വലുതാവുന്നത് മൂലമാണ്. എന്തിന്റെ അഭാവം? അയഡിന്റെ അഭാവം. ഓക്കെ,
അയൺ അനീമിയ ആണ്, അയഡിൻ ഗോയിറ്റർ ആണ്, കാൽഷ്യം ഓസ്റ്റിയോപോറോസിസ് ആണ്. ഉണ്ടോ? അയൺ കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ്? ഇലക്കറികള്, ശർക്കര, മത്സ്യം, കരളൊക്കെ കഴിക്കണം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. കാൽഷ്യം ആണെങ്കിൽ മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യമൊക്കെ കഴിക്കണം. എന്തിനു വേണ്ടിയിട്ട്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും. അയഡിൻ ആണെങ്കിൽ കടൽ വിഭവങ്ങളാണ് കഴിക്കേണ്ടത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് എന്ത്? അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ 25 ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും. അതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക് ഏതാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.